ബിനു, ഷൈൻ ടോം ചാക്കോയുടെ കേസ് വന്നു, ആകെ വിവാദങ്ങളുടെ കോലാഹലത്തിലാണ് ഇരിക്കുന്നത്. അതിനിടയ്ക്ക് വിൻസിക്കെതിരെ എന്ന് വേണമെങ്കിൽ പറയാം, വിൻസിക്കെതിരെ തന്നെയാണ്. അതിലെ അണിയറ പ്രവർത്തകർ ഈ പറയുന്ന പരാതി ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. സിനിമയിലെ ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, വിൻസി അല്ല എന്ന് തിരുത്തി. ഞാൻ അന്നേ പറഞ്ഞതാണ്, മുൻപേ പറഞ്ഞിട്ടുണ്ട് എന്ന്. ശരിക്കും അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഈ സിനിമയുടെ കാര്യം ഇനി എന്താവും? സിനിമയുടെ കാര്യമാണ് ഈ പറഞ്ഞതുപോലെ ഇവർ ഈ പെട്ടെന്ന് ഇത് ഒരു മറയ്ക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിലൊരു പരാതി ഇപ്പോഴാണ് അറിഞ്ഞതെന്നാണ് പറയുന്നത്. വിൻസി കൃത്യമായി പറയുന്നുണ്ട്, അവരോടും അത് പറഞ്ഞിരുന്നു എന്ന് വിൻസി കൃത്യമായി പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത് അണിയറക്കാരുടെ ഈ നിലപാട് നടിയുടെ വാദങ്ങളെ ദുർബലമാക്കാൻ എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. ഇതെല്ലാം ഈ മട്ടാഞ്ചേരി മാഫിയ ഇതിന് പിന്നിൽ കളിക്കുന്നു. ഷൈൻ ടോം ചാക്കോയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. എല്ലാ ശ്രദ്ധയും ഇപ്പോൾ ഫിലിം ചേംബറിലേക്ക് പോവുകയാണ്. ഏതായാലും സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ചാണല്ലോ ഈ ദുരനുഭവം ഉണ്ടായത്. വസ്ത്രം മാറാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചതാണ് ഈ സംഭവം. അപ്പോൾ അത് ഈ വിൻസി അലോഷ്യസിനെ ആ സിനിമയുടെ പ്രവർത്തകർ തന്നെ, അണിയറ പ്രവർത്തകർ തന്നെ തള്ളി പറഞ്ഞതാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതോടെ വിൻസി നിയമ നടപടികൾക്ക് മുതിരുമെന്നാണ് വിലയിരുത്തൽ. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഷൈൻ ടോം ചാക്കോയും അടക്കം ഇത്തരത്തിൽ ജയിലിലാകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ മുടങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി വിൻസി ഏത് തരത്തിലായിരിക്കും, ഈ അണിയറക്കാർ ഈ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിൻസി ഇനി അതിൽ സഹകരിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഏതായാലും നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടത്തിലേക്ക് ചിലപ്പം പോകാനുള്ള സാധ്യതയുണ്ട്. സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ കൊച്ചിയിൽ പറഞ്ഞ കാര്യങ്ങൾ വിൻസിയുടെ വെളിപ്പെടുത്തലിന് എതിരാണ്. നാളെ ഫിലിം ചേംബറിന് മുമ്പിൽ ഇരുഭാഗത്തിൻ്റെയും മൊഴികൾ നിർണായകമാകും. ഇരുഭാഗത്തെയും ഫിലിം ചേംബർ വിളിപ്പിച്ചിട്ടുണ്ട്. 5 ദിവസം മുമ്പ് വിൻസി അലോഷ്യസ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലായിരുന്നു ഈ നിർണായക വെളിപ്പെടുത്തൽ വന്നത്. ചേംബറിന് മുന്നിൽ വിൻസി എത്തുമോ എന്നുള്ളതാണ് നിർണായകം. കാരണം വിൻസി എത്തിയത് പറഞ്ഞാൽ മാത്രമേ അതിനൊരു ആധികാരികത വരികയുള്ളൂ. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ താൻ നേരിട്ട ദുരനുഭവം സംവിധായകനുൾപ്പെടെ എല്ലാവർക്കും വ്യക്തമായി അറിയാമായിരുന്നു എന്നാണ് വിൻസി പറയുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് വ്യക്തമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഒന്നുകിൽ ഇത് നടന്നില്ല എന്ന് സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് സംവിധായകർക്ക് പറയാൻ പറ്റും. ഇതല്ല ഈ ഇങ്ങനെ വിൻസി പറഞ്ഞ കാര്യം അന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു, ഇത് പിന്നീട് അത് മാറ്റി പറയുന്നു, ഇല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു ക്ലാഷ് കളിക്കേണ്ട കാര്യമേ ഇല്ല. ഇവർക്ക് അവിടെ ഒരു ICC ഉണ്ടായിരുന്നെങ്കിൽ ICCയിൽ എന്തുകൊണ്ട് വിൻസി കംപ്ലൈൻറ്റ് ചെയ്തില്ല? ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകൾക്കും ഉണ്ടാവണമെന്നാണ് നിയമം. അപ്പോൾ ആ കംപ്ലൈൻറ്റ് കമ്മിറ്റിയിലകത്ത് എന്തുകൊണ്ട് വിൻസി പറഞ്ഞില്ല എന്നുള്ള ചോദ്യം വരും. അവിടെ റെക്കോർഡിക്കലി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണമല്ലോ. തീർച്ചയായിട്ടും അതുണ്ടായിട്ടില്ലെങ്കിൽ വിൻസി അവിടെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ വിളിച്ച് പറയുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടി അന്ന് പറയാതിരുന്നു ഇന്ന് പറയുന്നു എന്നുള്ളൊരു ചോദ്യം കൂടെ വരും. ഷൈൻ ടോം ചാക്കോ ന്യായീകരിക്കില്ല, പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വിൻസി ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് ഈ പറയുന്ന പരാതി നൽകിയില്ല? ഒന്ന്, നിയമ നടപടിക്ക് പോകാർക്ക് താല്പര്യമില്ല എന്നൊക്കെയാ പറഞ്ഞിരുന്നത് നേരത്തെ. ഈ നടന്റെ പേര് വെളിയിൽ വരാൻ പോലും ഇഷ്ടമില്ല, സിനിമയെ ബാധിക്കും, നടനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പേടിയുള്ള ആള് ഇന്ന് ഇപ്പൊ നിയമ നടപടിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും വിൻസിക്ക് നേരെ. എന്തുകൊണ്ട് ആദ്യം ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് പറഞ്ഞില്ല, സംവിധായകനോടും മറ്റണിയറ പ്രവർത്തകരോടും പറഞ്ഞില്ല? അവരുടെ പ്രൊഡ്യൂസർ ഉണ്ടാവുമല്ലോ. ഇല്ല, അന്ന് തന്നെ ഈ പറയുന്ന സിനിമയുടെ സംഘടനകൾക്ക് റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കായിരുന്നല്ലോ. ഇപ്പൊ കുറച്ച് വൈകിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ ആ ഉടനടി ഈ പറയുന്ന ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി കൊടുത്ത് ഇവരിങ്ങനെ പറയേണ്ടി വരില്ലായിരുന്നല്ലോ ഈ ഡയറക്ടർക്ക് ഇവർക്കൊന്നും. ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ട് അതിന്റെ പകർപ്പ് കഴിഞ്ഞില്ലേ, കാര്യം കഴിഞ്ഞല്ലോ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിനിമാക്കാർ, പ്രിയൻ പറഞ്ഞ പോലെ ഇവർക്ക് ഈ സിനിമാക്കാർ ഒരു നിലപാടില്ലാത്തവരാണ് കൂടുതലും. പ്രത്യേകിച്ച് നമ്മൾ ഈ തിലകൻ്റെയൊക്കെ വിഷയത്തിൽ നമ്മളന്ന് കണ്ടതാണ്. അന്നും ഇതുപോലെ നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ ചെല്ലുമ്പോൾ ഇവർ വേറെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പം അതൊരുമാതിരി നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുക. അപ്പോൾ ഇന്ന് പറയുന്ന നിലപാടല്ല നാളെ പറയുക. അത്തരത്തിലുള്ള ഒരു നിലപാടില്ലാത്ത രീതികളാണ് സിനിമാക്കാർ പൊതുവെ കണ്ടുവരുന്നത്, മാറ്റി പറയും. അപ്പോൾ അതുകൊണ്ട് ഈ സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ താൻ നേരിട്ട ദുരനുഭവം സംവിധായകൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാമെന്നാണ് വിൻസി പറയുന്നത്. അതുമാത്രമല്ല, കാരണക്കാരനായ നടനുമായി ഈ പ്രശ്നം സംവിധായകൻ സംസാരിക്കുക പോലും ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഇതിലൂടെ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന്. ആ ഒരു നടനെ വെച്ച് സിനിമ തീർക്കേണ്ട അവസ്ഥയും താൻ കണ്ടെന്ന് വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നു. അതായത് ആ നടനെ വെച്ച് സിനിമ തീർക്കണം, അതിൻ്റെ ബുദ്ധിമുട്ട് വിൻസി പറഞ്ഞിരുന്നു, അതെങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപമര്യാദയായി പെരുമാറിയ നടനെ ഇന്റേണൽ കമ്മിറ്റി അംഗം താക്കീത് ചെയ്തെന്നും പറഞ്ഞിരുന്നു.
അപ്പോൾ ഇന്ത്യൻ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് സാധനം പരാതി കൊടുത്തു. പോയിട്ടുണ്ട്. സംവിധായകനും നിർമ്മാതാവും പറയുന്നതിലും വിൻസി പറയുന്നതും തമ്മിൽ കാര്യമായ പൊരുത്തക്കേടുകളുണ്ട്. ഇത് ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായി മാറിയേക്കും. എന്നാൽ രാസലഹരി ഉപയോഗത്തിൽ പോലീസ് കേസെടുത്തത് ഷൈനിന് വിനയായിത്തീരും. കാരണം അത് വകുപ്പുകൾ ആ രീതിയിലാണ്. ഇത് പരിഗണിച്ച് ഷൈനിനെ സിനിമയിൽ നിന്ന് വിലക്കാനും സാധ്യതയുണ്ട്. അതിപ്പോൾ താൽക്കാലികമായിട്ട് ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കൊക്കെ ഉള്ള വിലക്കേ ഉള്ളൂ. അതൊന്നും ബാധിക്കില്ല. എനിക്ക് നല്ല സംശയമുണ്ട് ഇതെല്ലാവരും കൂടെ ചേർന്ന ഒരു ഒത്തുകളിയാണ്. കാരണം ഈ സിനിമയുടെ പ്രൊമോഷന്റെ പലതും ചെയ്തു കളയും സിനിമയ്ക്ക് ഇന്ന് സാമ്പത്തികമായി വിജയിക്കാൻ വേണ്ടിയിട്ട്. പൊട്ടി ഘോഷിച്ചു വന്ന എമ്പുരാൻ 8 നിലയെ പൊട്ടിയ അവസ്ഥയിലിരിക്കുക. അപ്പോ ഒരു സിനിമയൊന്ന് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇന്ത്യൻ കംപ്ലൈന്റ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവാണ്. ഡയറക്ടർക്ക് എങ്ങനെ തള്ളിപ്പറയാൻ പറ്റും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്? അത് തെളിവായില്ലേ? അവർ താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവല്ലേ? അതെല്ലാം സാക്ഷികളല്ലേ? ഈ പറയുന്ന ടെക്നിക്കൽ വർക്കേഴ്സ് മുഴുവൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്നാല് സിനിമ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മാധ്യമം, ഒരു കലാസൃഷ്ടി അല്ലല്ലോ. ഗ്രൂപ്പ് ഓഫ് ആൾക്കാരല്ലേ? ഒരു എത്ര 10-100 പേരെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ വർക്ക് ചെയ്യില്ല. 100 അല്ലെങ്കിൽ കൂടുതൽ. പക്ഷെ അവിടെ ആ സെറ്റിൽ ഒരേ സമയം മിനിമം 50 പേര് കാണും. മിനിമം ഏറ്റവും കുറഞ്ഞ 50 പേര് കാണും. എത്ര ആള് കുറവുള്ള സീനായാലും ശരി തന്നെ മിനിമം 50 പേര്. അപ്പൊ അവരെല്ലാം കണ്ടതല്ലേ? ഇത് ആരും കാണാതെ ആരും അറിയാതെയാണെന്ന് ഡയറക്ടർ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ഒരിക്കലും പറ്റത്തില്ല. അത് മാത്രമല്ല അതായത് പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമെന്നാണ് ഷൈനിന്റെ മൊഴി. അത് പഴിയെന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും. പല നടന്മാരും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ആരും അറിയുന്നില്ല. നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷേ ഇവന്മാര് കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ടാവുന്നല്ലോ എല്ലാവരും അറിയുന്നത്. പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ 1 മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ആകെ ദുരിതമായി മാറി. അതെ. ഇനിയിപ്പോ ഈ ജയിലിലൊക്കെ കിടന്നാൽ ഇത് എങ്ങനെ ഒപ്പിക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോഴേ. അപ്പം ഈ പരാതിയിൽ താരസംഘടനയായ അമ്മ ഉടൻ തീരുമാനം എടുക്കില്ല. ഈ കൊടിസുനിയൊക്കെ പോലെ പോലീസുകാർ സഹായത്തിനുണ്ടെങ്കിലേ രാജകീയമായി അവിടെയും ജയിലിലും സാധനം കിട്ടും. പിന്നെ അത് ഈ പറയുന്ന വലിയ ദുഃഖത്തിലാണ് ആള് പറയുന്നത്. എനിക്ക് ഇത് കിട്ടാനില്ല. അതായത് ഇതിപ്പോ 1 മാസമായി സിനിമാ സെറ്റുകളിൽ പരിശോധന കർശനമാക്കിക്കൊണ്ട് ഇത് സാധനം കിട്ടാനില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഏതായാലും പരാതിയിൽ അവശ്യ മരുന്ന് കിട്ടാനില്ല എന്നൊക്കെ പറയും പോലെ അതിനെന്തെങ്കിലും ചെറിയാനൊക്കെ ഇടപെട്ടെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടാൽ നല്ലതായിരിക്കും. അതായത് ഈ പരാതിയിൽ താരസംഘടനയായ അമ്മ ഉടൻ തീരുമാനം എടുക്കില്ല. അമ്മ ഒരിക്കലും തീരുമാനമൊന്നും എടുക്കത്തില്ലല്ലോ. എന്ത് വന്നാലും അമ്മ തീരുമാനം എടുക്കത്തില്ല. എടുത്താലും അത് ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ സംഘടനയെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചേംബർ വിൻസിയുടെ പരാതിയിൽ എടുക്കുന്ന നിലപാട് പോലീസും ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട്. ഏതായാലും വിൻസി അലോഷ്യസിൻ്റെ പരാതി വ്യാജമെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിന് മൊഴി നൽകി. ആരോപണം തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നടൻ പോലീസിന് മൊഴി നൽകിയുണ്ടായി. വിൻസി ആരോപിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഈ ഷൈൻ ടോം ചാക്കോ പറയുന്നത്. ഏതായാലും സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്നുള്ള വെളിപ്പെടുത്തലിൽ ഈ ചോദ്യം ചെയ്യലിൽ ഇനിയിപ്പോൾ അടുത്ത ദിവസം വീണ്ടും കൂടുതൽ സമയം ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അതായത് ഷൈൻ ടോം ചാക്കോയെ സഹായിച്ചവരുടെയൊക്കെ പേരുകൾ വരുന്നുണ്ട്. ഏതായാലും ഇയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തുപ്പി എന്നൊക്കെയാണ് വിൻസി പറയുന്നത്. അതായിരുന്നു വിൻസി വെളിപ്പെടുത്തിയത്. ഏതായാലും ഇയാൾ നന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് അറിയാം. എന്തായാലും ഇതിൻ്റെ തുടർ നടപടികൾ അടുത്ത ദിവസം ക്ലിയർ ആകും.